മനസ്സിന് കുളിർമയേകുന്നതാണ് ഓരോ പാട്ടുകളും. അങ്ങനെ കുളിർമയേകുന്ന ഒരു പിടി പാട്ടുകളുമായി ഹോളി ബീറ്റ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ സിനിമകളിലൊക്കെ കാണുന്ന രാജാക്കന്മാരെങ്ങനെയാ? അവർ വരുന്നു, ഇരിക്കുന്നു, ആജ്ഞാപിക്കുന്നു, അങ്ങനെയല്ലേ? എന്നാൽ സ്വർഗത്തിന്റെ രാജാവായ ഈശോ, ഒരു കൊടുങ്കാറ്റിനെ ശാന്തമാക്കിയവൻ, ഒരു ചെറുകാറ്റിൽ പറക്കുന്ന അപ്പമായി നമുക്ക് വിനയത്തിന്റെ മാതൃക കാണിച്ചു തന്നു. ഈശോയോട് ചേർന്ന് ആ വിനയത്തിൽ നമുക്കും വളരാം.
ഈശോ ഓരോ വിശുദ്ധ കുർബാനയിലും നമ്മുടെ ഉള്ളിലേക്ക് വരികയാണ്. അതിലും വലിയൊരു ഭാഗ്യമില്ല അല്ലേ? ആത്മീയ ഭോജ്യമായി നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഈശോയെ ആരാധിക്കാനായി നമുക്ക് നമ്മുടെ ജീവിതം മാറ്റിവെക്കാം. ആവശ്യം വരുമ്പോൾ മാത്രം വിളിക്കാതെ എല്ലാ നിമിഷവും ഈശോയോട് നന്ദിയുള്ളവരായിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. അനുതാപം പകരുന്ന പുത്രനാമേശുവേ, അനുതാപം പകരുന്ന പുത്രനാമേശുവേ, അഭിഷേകം ദാനമായേകും ൂഹായേ, ആരാധന അങ്ങേക്കാരാധന, അഭിഷേകം ദാനമായേകും ൂഹായേ, ആരാധന അങ്ങേക്കാരാധന. ആത്മാവിൻ ഭോജനമേ, ആത്മസൗഭാഗ്യമേ, ആരാധനയ്ക്കേറ്റം യോഗ്യനേ,
ആരാധിച്ചിടുന്നിതാ. ആരാധന ആരാധന ആത്മാവിൽ സത്യത്തിൽ ആരാധന. ആരാധന ആരാധന ആത്മാവിൽ സത്യത്തിൽ ആരാധന. ഈ മനുഷ്യന്മാരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്നറിയോ? നമ്മളെ സ്നേഹിക്കുന്നവരെ കണ്ടില്ലെന്നടിച്ച് നമ്മളെ വേണ്ടാന്ന് പറഞ്ഞവരുടെ പുറകെ പോയി എനിക്ക് ആരുമില്ലേ, ഞാൻ ഒറ്റപ്പെട്ടെ എന്നൊക്കെ പറയുന്നതാണ്. അങ്ങ് കാൽവരിയിൽ സ്വന്തം ജീവൻ നൽകി നമ്മളെ സ്നേഹിച്ച ഈശോ ഉള്ളപ്പോൾ ഞാൻ ഒറ്റപ്പെട്ടു എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? നിന്റെ പേര് എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നല്ലേ? ആ സ്നേഹം കണ്ടില്ലെന്നടിക്കാതെ ഈശോയോട് ചേർന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാം. നാഥായിൻ കണ്ണുകൾ
പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആർപ്പുവിളികളും മുദ്രാവാക്യങ്ങളും ഒക്കെ വിളിക്കാറുണ്ടല്ലേ? നമ്മൾ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്നവർക്ക് വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ മറ്റാരേക്കാളും ഉപരിയായി നമ്മൾ ഈ സ്നേഹിക്കുന്ന ഈശോയ്ക്ക് വേണ്ടിയല്ലേ നമ്മൾ മുദ്രാവാക്യം വിളിക്കേണ്ടത്? 2000 വർഷങ്ങൾക്ക് മുമ്പ് ജെറുസലേം വീതിയിൽ ഉയർന്ന ഓശാന ഗീതങ്ങളോടൊപ്പം നമുക്കും നമ്മുടെ ഈശോയ്ക്ക് വേണ്ടി ഓശാന ഗീതങ്ങൾ പാടി അവിടുത്തെ വരവേൽക്കാം. അപ്പൊ ഇന്നത്തെ നമ്മുടെ എല്ലാ പാട്ടുകളും നിങ്ങൾ നല്ലോണം എൻജോയ് ചെയ്ത് കാണുമല്ലോ അല്ലേ? ഇനിയും കുറച്ച് മനോഹര ഗാനങ്ങളുമായി അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം.